കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് വൈറ്റ് സാരി അല്ലെങ്കിൽ വൈറ്റ് ചുരിദാറായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡ്രസ് കോഡ്. അപ്പൊ പിള്ളേരെ 7:30 എത്താൻ പറഞ്ഞെങ്കിലും 7:45 ആയപ്പോഴാണ് ഞങ്ങൾ ആ വെന്യൂവിൽ എത്തുന്നത്. വെന്യൂവിൽ എത്തിയ വശം ഞങ്ങൾ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഞാൻ ഈ കർണാടകയിൽ പഠിച്ചുകൊണ്ട് എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ ഈ ഇഡ്ഡലിയും ദോശയും പ്രതീക്ഷിച്ച് വന്നവർക്ക് ഉപ്പുമാവും കേസരിയും കണ്ടപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പിന്നീട് അവർക്ക് കുഴപ്പമുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ പോയത് എന്റെ ഗൗൺ കളക്ട് ചെയ്യാനായിരുന്നു. ഗ്രാജുവേഷന്റെ ഗൗണ് ഞാൻ മുന്നേ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഈ പ്രാവശ്യം അത് സ്പെഷ്യൽ. അങ്ങനെ ക്യാപ്പും ഗൗണും വെയർ ചെയ്തിട്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്ന ഫോട്ടോ സെക്ഷൻ. ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് എടുത്ത പിക്കാണ് ആ കാണുന്നത്. കുറച്ച് ഓക്കോർഡായി തോന്നിയെങ്കിലും അവിടെ നിന്ന് ഇവിടം വരെ എത്തിയതിൽ ഞാനും എന്റെ പാരന്റ്സും പ്രൗഡ്. 8:45 ഓഡിറ്റോറിയത്തിൽ കയറിയിരുന്നെങ്കിലും 10:45 ആയപ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട്. ഇരിക്കാനായിട്ട് പ്രത്യേകം റിസർവ്ഡ് സീറ്റ്സ് ഉണ്ടായിരുന്നു. കർണാടക ഗവർണറും ചീഫ് മിനിസ്റ്ററായിരുന്നു അന്നത്തെ ഒക്കേഷനിൽ സ്പെഷ്യൽ ആയിട്ടായിരുന്നു ചീഫ് ഗസ്റ്റ്. അറ്റ് ലാസ്റ്റ് അങ്ങനെ 1 by 1 ഗോൾഡ് മെഡലിസ്റ്റിന് അനൗൺസ് ചെയ്തു. ആൻഡ് ഐ വാസ് 92. 80 ആയപ്പോഴേക്കും എനിക്കാകെ ടെൻഷൻ. Anamika K. Girish of Sri Siddhartha College of Nursing, Tumkur has secured gold medal for the highest marks. കോളേജ് ഗ്രാജുവേഷന് ഈ ടാസൽ ഫ്ലിപ്പ് സെറമണി ഇല്ലാത്തതിന്റെ വിഷമം ഈ ഒരു കോൺവൊക്കേഷനിലൂടെ തീർന്നു. അത്രയും വലിയൊരു സ്റ്റേജിൽ എന്റെ കോളേജിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയത് കർണാടക ചീഫ് മിനിസ്റ്ററുടെ കയ്യിൽ നിന്നും ഗവർണറുടെ കയ്യിൽ നിന്നും എന്റെ ഡിഗ്രിയും ഗോൾഡ് മെഡൽ റിസീവ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഹാപ്പി, അതുപോലെ തന്നെ പ്രൗഡ്. നാഷണൽ ആന്തത്തോടെയാണ് പ്രോഗ്രാം അവസാനം. കോളേജിൽ നിന്ന് വൈസ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള രമേ മാം ആയിരുന്നു വന്നിട്ടുണ്ട്. അങ്ങനെ മാമിന്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ലഞ്ച് കഴിക്കാനായിട്ട് പോയത്. അങ്ങനെ ലഞ്ചിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ.